എടുത്തി ഞാനൊരു ഐഡിയ പറയട്ടെ. അച്ഛനെ വിട്ട് നമുക്ക് പതുക്കെ ഏട്ടത്തിയുടെ ഏട്ടനെ കല്യാണത്തിന് വിളിപ്പിക്കാം. എന്നിട്ട് എന്തിനാ, ആ കല്യാണ മണ്ഡപത്തിൽ തന്നെ നിൻ്റെയും ഏട്ടനെയും കല്യാണം കൂടെ ചേർത്തങ്ങ് നടത്തി തരാം. അപ്പോൾ 2 കല്യാണം ഒരുമിച്ച് നടക്കൂലേ? ഓ, കളിയാക്കിയതാണല്ലേ? പക്ഷേ ആ കളിയാക്കൽ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നടത്താൻ പറ്റുമെങ്കിൽ എനിക്ക് സമ്മതം. അയ്യോ, ഇതൊരു നടക്ക് പോകൂല. മിക്കവാറും നീ എൻ്റെ ഏട്ടൻ്റെ കൈ കൊണ്ട് തന്നെ ചാവും, അത് ഉറപ്പാ. നിന്നെങ്ങാനും കല്യാണം കഴിച്ചാൽ എൻ്റെ ഏട്ടൻ്റെ ലൈഫ് പോവും. നന്നായിട്ട് കളിയാക്കുന്നുണ്ടല്ലോ. കളിയാക്കല് കുറച്ച് കൂടുതലാണ്. സുധാ, എൻ്റെ അമ്മ പേടിച്ചു പോയല്ലോ. റാമിതിനെ ഇങ്ങനെ എന്നെ വിളിക്കുന്നത്. ഏട്ടൻ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ ഏട്ടത്തി. എന്തു പറ്റി? ആരെവിടെ ഒച്ച ഉണ്ടാക്കിയ? ഏയ്, ഒന്നുമില്ല ആൻറ്റി. റാം എന്നെ വിളിച്ചതാ. എന്താ റാം? കഴിഞ്ഞ 4 മണിക്കൂർ നീ എവിടെയായിരുന്നു പറയാൻ? ഈശ്വര, റാം എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ ചോദിക്കുന്നത്? നിനക്കത് ചെവിയില്ലേ? ഞാൻ നിന്നോടാ ചോദിക്കുന്നത് എവിടെയായിരുന്നു എന്ന്. റാം, അത് നമുക്ക് അതിനെ പറ്റി പിന്നെ സംസാരിക്കാം. എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. റാം, ചന്ദ്രു, നീ എന്താ ഈ കാണിക്കുന്നേ? ചന്ദ്രു, എന്താ ഇത്? ഇങ്ങനെയാണ് അവളോട് പെരുമാറേണ്ടത്, അതും ഈ സമയത്ത്? നിനക്കെന്താ ബോധമില്ലേ? നിന്റെ എല്ലാ തോന്നിയ വസ്തുവിനും ഞങ്ങൾ തുള്ളുന്നു കരുതി ഇത് നീ ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട. നിന്റെ പ്രശ്നം എന്താന്ന്? ദിസ് ഇസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം. അതിൽ പുറത്തുനിന്ന് ഇടപെടാൻ വരണ്ട. ശരിയാ, നീ നിന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം. അതിന് ഈ അവസ്ഥയിൽ അവളെ അടിക്കണോ? നിനക്കെന്താ ബോധമില്ലേ? അതിന് മാത്രം എന്ത് പ്രശ്നമാണ് ഇവിടെ ഉള്ളതിപ്പോൾ? എൻ്റെ കൂടെ വാ. റാം, എൻ്റെ കൈവിടെ വേദനിക്കുന്നു. ഞാൻ വരാം. ഏട്ടൻ എന്തായി കാണിക്കുന്നത്? എവിടെയായി വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്? ചന്ദ്രു, നീ എന്തായി കാണിക്കുന്നത്? നിനക്കെന്താ ബോധമില്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ ആരും സംസാരിക്കാൻ വരരുതെന്ന്. വാ. ഞാൻ വരാം. എൻ്റെ കൈവിടെ റാം, ഞാൻ വരാം. റാം, തനിക്കെന്താ പറ്റിയ? താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ? ആരോട് ചോദിച്ചിട്ടാണ് നീ കോഫി ഷോപ്പിൽ ജോലിക്ക് പോയത്? നിന്നെ ഞാൻ വോൺ ചെയ്തതല്ലേ? ആരോട് ചോദിച്ചിട്ടാ പോയേന്ന്? ഇത് എൻ്റെ ലൈഫല്ലേ? ഞാനല്ലേ തീരുമാനിക്കണ്ടേ ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നൊക്കെ? അതിന് നിങ്ങൾക്ക് എന്താ? അതെ, ഇത് നിൻ്റെ ലൈഫാണ്. പക്ഷെ ഇപ്പം നീ എൻ്റെ ഭാര്യയാണ്, മനസ്സിലായല്ലോ? നിന്നെ ഞാൻ വോൺ ചെയ്തിട്ട് നീ എവിടെ പോയെങ്കിൽ അപ്പം എനിക്കെന്ത് വിലയുള്ള? എക്സ്ക്യൂസ് മീ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം. ഈ റൂമിനകത്ത് നിങ്ങളാരോ ഞാനാരോ, മനസ്സിലായല്ലോ? ഇതെൻ്റെ ലൈഫാണ്. ഞാൻ തീരുമാനിക്കും എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന്. റാം അതിലിടപെടേണ്ട, മനസ്സിലായോ? മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രമല്ല, ഡിവോഴ്സ് ആവുന്നവരെ ഇതിനകത്ത് നീ എൻ്റെ വൈഫാണ്, മനസ്സിലായോ? ഞാൻ തീരുമാനിക്കും നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന്. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്കിതെന്താ പറ്റിയേ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരാ? ഇതൊക്കെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ അടുത്തത് കാണിക്കണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്ന്. കുഞ്ഞിനോടുള്ള കെയറിങ് ആണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം മതി. നിനക്കെന്താ ഭ്രാന്താണോ? ഇതൊക്കെ കുഞ്ഞിനോടുള്ള കെയറിങ് ആയിട്ടാണോ തോന്നുന്നത്? മധുര, ഇനി എന്നെ വിഡ്ഢിയൊക്കെ നോക്കണ്ട. എനിക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞ് വേണം. അതിനെ നിങ്ങൾ എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുഞ്ഞിനൊന്നും പറ്റില്ല. അതേടിപ്പില്ലേ, കുഞ്ഞിനോട് തന്നെയാണ് സ്നേഹം. പക്ഷേ ഈ പറയുന്ന കുഞ്ഞ് നിൻ്റെ വയറ്റിലില്ല. നിൻ്റെ വയറ്റിൽ ഒന്നുമില്ല, കുഞ്ഞുമില്ല, ഒന്നുമില്ല, മനസ്സിലായോ? റാം എന്താ പറഞ്ഞേ? കുഞ്ഞില്ലെന്നോ? അതെ, നിൻ്റെ വയറ്റിൽ കുഞ്ഞില്ല. നീ പ്രഗ്നൻ്റ് അല്ല, മനസ്സിലായോ? പ്രഗ്നൻ്റ് അല്ലെന്നോ? അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഹരിയേട്ടൻ പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അന്ന് ഇവിടുന്ന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ നിന്നെ വിടാൻ തോന്നിയില്ല. നീ അന്ന് തലയിറങ്ങി വീണത് നിൻ്റെ ബോഡി വീക്കായതുകൊണ്ടാണ്. ഞാൻ ഹരിയോട് പറഞ്ഞ നീ പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ. അങ്ങനെയെങ്കിൽ നീ ഇവിടെ നിൽക്കുമെന്ന് കരുതിയിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിൻ്റെ പാട്ടിനെ വിട്ട് സമാധാനമായിട്ട് ഞാൻ ജീവിക്കണമായിരുന്നു. എൻ്റെ തെറ്റല്ല. റാം, താൻ എന്തൊക്കെയാ പറയുന്നത്? എന്തിനാ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കള്ളം പറഞ്ഞ? ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞ് ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യം എനിക്കില്ല. നിനക്ക്
നിനക്ക് ഇവിടുന്ന് പോകണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കൊണ്ടുവിടാം. മാറ്. നിൻ്റെ ഒരു സാധനം ഇവിടെ വേണ്ട. ഇനി എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവിട്ട് തരാം. ഇനി നിന്നെ ഈ വീട്ടിൽ കാണാൻ പാടില്ല. റാം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് മാറി നിൽക്ക് എൻ്റെ മുന്നിൽ നിന്ന്. നിൻ്റെ ഒരു സാധനം നീ ഈ റൂമിൽ പാടില്ല. ഹോസ്റ്റലോ നിൻ്റെ ഏട്ടൻ്റെ അടുത്തേക്കോ എവിടേക്കാന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം. അതെ, കുഞ്ഞിനോടല്ലേ എനിക്ക് സ്നേഹം. ഇപ്പോൾ ആ കുഞ്ഞില്ലല്ലോ. അപ്പോൾ ഇനി നിന്നെ ഇവിടെ നിർത്തേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ശരിയാക്കി തരാം. അല്ലെങ്കിൽ നിന്നെ റാം, കൈ കൈ മുറിഞ്ഞ് ചോര വരുന്നുണ്ട്. നോക്കട്ടെ. എന്താ റാം ഇത്? എന്നോടുള്ള ദേഷ്യം എന്തിനാ? സ്വയം ഇത് ഒത്തിരി മുറിഞ്ഞല്ലോ. ബ്ലഡ്. ഈശ്വര, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അവൻ എന്തിനാ സുധമോളെ വലിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോയത്? എന്തൊക്കെ പറഞ്ഞാലും സുധേട്ടത്തെ തല്ലാൻ പാടില്ലായിരുന്നു. അത് ഈ സമയത്ത്. ചന്ദ്രേട്ടന് ഇതെന്താ പറ്റിയ പ്രശ്നം? എന്തെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സുധയെ തല്ലിയെന്നോ? ഇതാണോ നിൻ്റെ ഏട്ടൻ പൊന്നുപോലെ നോക്കുന്നു എന്ന് പറഞ്ഞത്? ഈശ്വര, ഇതെവിടെ നിന്നാ പുത്തുചാടി വന്നത്? എല്ലാം തീർന്നു. പ്രണവ്, മോനെ വാ, അകത്തേക്ക് വാ. നീ ഇരിക്കുക. ഞാൻ ഇരിക്കാൻ വന്നതല്ല. എൻ്റെ അനിയത്തി ഇവിടെ. പൊന്നു. ഈശ്വര, ഏട്ടൻ്റെ സൗണ്ടല്ലേ അത്? നിന്നെ കൊണ്ടുപോകാൻ വന്നത്. കൂടെ ചെല്ല്. പൊന്നു, ഞാനാ വിളിക്കുന്ന. പുറത്തിറങ്ങി വാ. വരാനാ പറഞ്ഞേ. ഏട്ടാ, നിന്നെ അവൻ തല്ലിയോ? ഇതിനാണോ നിന്നെ ഞാൻ വളർത്തിയത്? ഇങ്ങനെ വന്ന് എൻ്റെ മുന്നിൽ നിൽക്കാനാണോ പൊന്നു ഞാൻ? ഏട്ടൻ വിചാരിക്കുന്ന പോലെയല്ല. രാമനെ തല്ലിയില്ല. പിന്നെ ഈ മുഖത്ത് കാണുന്ന പാടെന്തുവാ? പറ. ഏട്ടാ, അത് ഞാൻ ഇപ്പം ഇറങ്ങണം എൻ്റെ കൂടെ. മതി ഇവിടുത്തെ പൊറുതിയൊക്കെ. ഏട്ടാ, എന്തിനാ മോളെ മറ്റുള്ളവർക്ക് ശല്യമായിട്ട് ഇവിടെ? ഏട്ടൻ്റെ കൂടെ വാ. ഏട്ടൻ എന്നെ സന്തോഷമായിട്ടല്ലേ നോക്കിയേ? വാ. ഏട്ടാ, എനിക്ക് ഇപ്പം തീരുമാനിക്കണം. ഈ വീടും ഇവിടുത്തെ ആൾക്കാരുമാണോ ഏട്ടനാണോ വലുതെന്ന്? ഞാനാണെങ്കിൽ എൻ്റെ കൂടെ ഇപ്പം ഇറങ്ങണം. അല്ലാന്നുണ്ടെങ്കിൽ ആ മനസ്സിലിനി ഞാൻ ഉണ്ടാവില്ല. മരിച്ചെന്ന് കണക്കാക്കിയാൽ മതി. മനസ്സിലായോ? എന്താണെന്ന് തീരുമാനിക്കേ. എന്തൊക്കെ ഏട്ടൻ നീ പറയുന്നു? മരിച്ചു എന്നോ? ഏട്ടാ, ഞാൻ മോളെ ഏട്ടൻ്റെ കൂടെ വാ പ്ലീസ്. എനിക്ക് നിന്നിങ്ങനെ കാണാൻ വയ്യ. എൻ്റെ കൂടെ വാ. ഏട്ടൻ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. ഇവിടെ എല്ലാവരും എൻ്റെ അടുത്ത് നല്ല കാര്യം. ഇവരാരും എന്നോട് ഞാൻ കണ്ടതാണല്ലോ എല്ലാം. ഇനി ഒന്നും നീ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. വാ, നമുക്ക് വീട്ടിൽ പോവാം. പ്രണവ് മോനെ, അവള് പ്രഗ്നൻ്റ് അല്ലേ? അവള് ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളൊരാൾ ഈ വീട്ടിലുള്ള കാരണം ഞാൻ എൻ്റെ പെങ്ങൾ അന്വേഷിച്ച് ഇവിടെ ഇതുവരെ വരാത്തത്. പക്ഷേ ഇനി അതുണ്ടാവില്ല. എനിക്കറിയാം അവളെ നോക്കാൻ. ഇവിടെ ഉള്ളവർക്ക് അടിക്കാനും തട്ടിക്കളിക്കാനും വേണ്ടിയല്ല ഞാൻ അവളെ വളർത്തിയത്. ഞാൻ കൊണ്ടുപോകും അവളെ. ഞാൻ നോക്കിക്കോളാം. പിന്നെ പ്രഗ്നൻ്റ് അല്ലേ എന്ന് പറഞ്ഞത്? ഇതുപോലെ ചോരക്കുഞ്ഞായിട്ട് എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എൻ്റെ കൈ കിട്ടിയത് അവളെ കുഞ്ഞിനെ നോക്കാൻ എനിക്ക് പറ്റും. ചന്ദ്രു, നീ എന്താ ഒന്നും മിണ്ടാത്ത? പൊന്നു, ബാ നമുക്ക് പോവാം. പോവാം. രാമു എന്നോട് പോണ്ടെന്ന് പറഞ്ഞുകൂടെ എനിക്ക്? അല്ലെങ്കിൽ ഞാനാരാ തൻ്റെ? ആരുമല്ലല്ലോ. ഇവിടെ ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു ദിവസം ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഇതാ ഇപ്പോൾ ഏട്ടൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇതിനൊക്കെ അർത്ഥം എന്താ? നിനക്കൊന്നും പറയാനില്ല ചന്ദ്രു. കണ്ടല്ലോ, വന്നതുപോലെ പോയി. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കാര്യം ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കാം. ഏട്ടൻ ഇതെന്തൊക്കെയാ പറയുന്നത്? സുധേടത്തി നല്ല വിഷമിച്ച പോയത്. ശ്രീരാമന് ആരും വേണ്ട. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ നന്നായിട്ട് അറിയാം. പോകുന്നവരൊക്കെ പോട്ടെ, നിൽക്കുന്നവർക്ക് നിൽക്കാം. അത്രയേ ഉള്ളൂ. ഞാൻ ആരെയും പിടിച്ചു നിർത്താനുമില്ല, വലിച്ചെറിയാനുമില്ല. ശരേട്ടാ, ഇവൻ എന്താ ഇങ്ങനെയായി പോയത്? ആരാരെ പിടഞ്ഞു കാണാതെ, ആരോടും പറഞ്ഞു തീരാതെ, രാവിലോ ദൂരമോ കൂടും
റാം, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ തന്നെ നിന്ന് അകന്ന് നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ആ വീട് കാര്യത്തിൽ പറ്റിയ പോലെ ഇനി എനിക്ക് പറ്റാതിരിക്കാൻ. പക്ഷെ തനിക്ക് എന്നോട് ഇഷ്ടമായിരുന്നു. പൊന്നു, കുറേ നേരമായല്ലോ ഈ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങിയിട്ട്. ഇതിനാണോ നീ അവിടെ നിന്ന് എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത്? മതി, എല്ലാം മറന്ന് സന്തോഷമായിട്ടിരിക്കാനാണ് എന്നെ കൊണ്ടുവന്നത്. ഏട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല റാം. അയാൾ പാവോ, സ്നേഹിക്കാൻ മാത്രമേ അയാൾക്ക് അറിയൂ. അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഏട്ടാ. ഞാനായിരുന്നു അയാളെ മനസ്സിലാക്കാത്തത്. ശരി, അവൻ പാവമാണ്. അവന് നിന്നെ ഇഷ്ടമാണെങ്കിൽ അവൻ വന്ന് എന്നോട് സംസാരിക്കട്ടെ. ഞാനല്ലേ നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്നിട്ട് ബാക്കി നോക്കാം. ഇനി ഈ കാര്യം ഇവിടെ സംസാരിക്കണ്ട. നീ റെസ്റ്റ് എടുക്ക്. നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാൽ അത് കുഞ്ഞിനെ ബാധിക്കും. മനസ്സിലായോ? ഏട്ടൻ പൊക്കോ, ഞാനൊന്ന് കിടക്കട്ടെ. നമുക്ക് പിന്നെ സംസാരിക്കാം. കിടക്കുന്നതൊക്കെ കൊള്ളാം. കരയാനാണെങ്കിൽ അറിയാലോ, എൻ്റെ സ്വഭാവം വെറുതെ മാറ്റരുത്. റെസ്റ്റ് എടുത്തോ. ആരാരെ പിടഞ്ഞു കാണാതെ ആരോടും പറഞ്ഞു തീരാതെ രാവിലോ ദൂരമോ കൂടുന്നുവോ. ചന്ദ്ര ഇതുവരെ പുറത്തു വന്നില്ലല്ലോ. റൂം അടച്ചകത്തിരിക്കുകയാണോ? കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാന്ന് വിചാരിച്ചാൽ അതിനെ സമ്മതിക്കില്ലേ? വെളുക്കോളം റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ആൾ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടാവും ലേറ്റ് ആവുന്നത്. അമ്മ ഏട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് സുധേട്ടത്തിയെ ഇനി വിളിച്ചോണ്ട് വന്നാലോ? ചന്ദ്രു സമ്മതിച്ചാലും ഇല്ലെങ്കിലും സുധയെ പോയി വിളിച്ചിട്ട് വരണം. ഞാനും അച്ഛനും പോയി സംസാരിച്ച് എങ്ങനെയെങ്കിലും വിളിച്ചിട്ടില്ലെന്നാണ് വിചാരിക്കുന്നത്. അല്ല, നീ റെഡിയായിട്ട് എങ്ങോട്ടാ പോകുന്ന? സുധയെ വിളിക്കാനാണോ? നോർമലി ഞാൻ എങ്ങോട്ടാണ് പോകുന്ന ഈ സമയം? ഓഫീസിലല്ലേ. അപ്പോൾ സുധമ്മളുടെ കാര്യമോ? അതിനൊരു തീരുമാനം വേണ്ടേ? എന്താ നിന്റെ അഭിപ്രായം? അതിപ്പോൾ തീരുമാനിക്കാൻ എന്താ ഉള്ളത്? അവളുടെ ഏട്ടൻ വന്ന് വിളിച്ചു, അവൾ പോയി. അതവിടെ കഴിഞ്ഞു. ഇനി എന്താ ഉള്ളത്? അവൾ പോയതിൽ നിനക്കൊരു വിഷമവും ഇല്ലേ? നിന്നെ ബാധിക്കുന്നില്ലേ അതൊന്നും? നിങ്ങളുടെ കല്യാണത്തിനോ നിങ്ങളുടെ ഒരു കാര്യത്തിനോ നിങ്ങൾ ഞങ്ങളെ പങ്കെടുപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൾ ഈ വീട്ടിലെ മരുമോളാ. നീ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടി ഇവിടെയാ നിൽക്കേണ്ട. ശേഖരേട്ടാ, വേണ്ട. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അവന് വേണ്ടാത്ത റിലേഷൻ നമുക്കെന്തിനാ? ആ കുട്ടിയുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അവനില്ലാത്ത ബന്ധം നമുക്കും വേണ്ട. ഞാൻ ഓഫീസിലേക്ക് പോവുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ പോയി വിളിച്ചിട്ട് വരാം. അതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല, ആര് പോയി വിളിച്ചാലും. സുധേടത്തിയെ വിളിച്ചുകൊണ്ട് വരാനല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലേ അമ്മ? അത് തന്നെ. അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കണമെങ്കിൽ ഈ രീതിയിൽ സംസാരിച്ചേ പറ്റുള്ളൂ. അതൊക്കെ ഓക്കെ. പക്ഷേ ഇവന്റെ അതേ സെറോക്സ് കോപ്പിയാണ് ആ വീട്ടിലുള്ളത്. പ്രണവ്. അവനെ ഇനി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. എല്ലാത്തിന്റെ ഇടയിലും കിടന്ന് അബിയും രാധമോളും പാരൻസിൻ്റെ അനുഗ്രഹം വാങ്ങാൻ അമേരിക്കയ്ക്ക് പോയതല്ലേ. അവരിന്ന് ഈവനിങ് എത്തും. അതിനു മുന്നേ സുധമോളെ നമുക്കിവിടെ കൊണ്ടുവരണം. പൊന്നിൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനം എടുക്കേണ്ടത്? അവളിങ്ങനെ വിഷമിച്ച് കാണാനും പറ്റുന്നില്ല. ഞാനിനി റാമിനോട് സംസാരിക്കണോ? ഞങ്ങൾക്ക് അകത്തേക്ക് വരാവോ മോനെ? എന്താ? ഞാൻ ഇന്നലെ തന്നെ എല്ലാം പറഞ്ഞ് സംസാരിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. പിന്നെന്തിനാ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്? ഹലോ മനപ്രണവേ, നിന്റെ സ്ഥാനത്ത് ആര് നിന്നാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കൂ. ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് നീ ചെയ്തതൊക്കെ ശരിയാണ്. പക്ഷേ അവള് ഞങ്ങളുടെ മരുമോളാ, ഞങ്ങളുടെ മോൻ്റെ ഭാര്യയെ. അവളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. മോൻ എൻ്റെ വാക്കൊന്ന് കേൾക്കണം. മോൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും പറയാൻ മോൻ കൂടെ വന്നില്ലേ? ഏട്ടൻ വന്നില്ല. പക്ഷേ ഏട്ടനെ ഞങ്ങളോട് ഏട്ടത്തെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇപ്പം ഇവിടെ വന്ന് സംസാരിക്കാം. മോനെ പ്രണവേ, ഒരമ്മ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും നിൻ്റെ ആവലാതിയും നിൻ്റെ പെങ്ങളോടുള്ള സ്നേഹമൊക്കെ. ഞങ്ങളും അവൾ അങ്ങനെ തന്നെ കണ്ടത്. നീ വേണമെങ്കിൽ അവളടുത്ത് ചോദിച്ചു നോക്ക്. അവൾ എന്നെ ആൻറ്റീന്ന് വിളിക്കുകയാണെങ്കിലും ഞാൻ ഒരു അമ്മയെ പോലെ അവളോട് സംസാരിച്ചിട്ടും പെരുമാറിയിട്ടുമുള്ളൂ. മോനെ, എൻ്റെ ഇളയ മോൻ്റെ കല്യാണം, ഞങ്ങളെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഞങ്ങളെ ഫാമിലിയാ സുധ. അവളും വേണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. നീ സമ്മതിക്ക. അല്ല, സുധമോള് ഈ വീട്ടിലില്ലേ? അവൾ റൂമിൽ അകത്തുണ്ട്. എന്നാ നിങ്ങൾ സംസാരിക്കേ. ഞാൻ മോളെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാ ഞാനും പോയി കണ്ടിട്ട് വരാം. മോനെ പ്രണവേ, നിന്റെ ടെൻഷനും ആവലാതിയും ഒക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ നിന്റെ പ്രായം കഴിഞ്ഞല്ലേ വന്നത്. എനിക്കും ഉണ്ടായിരുന്നു 2 സഹോദരങ്ങൾ. അപ്പോൾ എനിക്ക് മനസ്സിലാവും.
ചന്ദ്രുവിൻ്റെ വൈഫായിട്ടല്ല, എൻ്റെ മോളായിട്ടാണ് ഞാൻ അവളെ കൊണ്ടുപോകുന്ന. കല്യാണമൊക്കെ കഴിഞ്ഞ് നിന്റെ കയ്യിൽ തന്നെ ഞാൻ കൊണ്ട് തിരിച്ചേൽപ്പിക്കും. പിന്നീട് അവനെ ആവശ്യമുണ്ടെങ്കിൽ അവൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ. ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ ആൻറ്റി? അല്ല, അങ്ങോട്ടേക്ക് വരാനൊന്നും ഉദ്ദേശമില്ലേ നിനക്ക്? ആൻറ്റി എപ്പോൾ വന്നു? റാം റാം വന്നിട്ടുണ്ടോ? ചന്ദ്രേട്ടൻ വന്നിട്ടില്ല. ഞങ്ങളോട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നമുക്ക് പോകണ്ടേ ഏട്ടത്തി? അനു, ഇനി ഏട്ടൻ സമ്മതിക്കാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. പ്രണവ് മോൻ സമ്മതിക്കും. അവൻ സമ്മതിക്കുമ്പോൾ നീ മറുത്തൊന്നും പറയാതിരുന്നാൽ മതി. ഇല്ല ആൻറ്റി, ഏട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പൊക്കോ. അതിന് ഏട്ടൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടല്ലേ മനസ്സിലാവും. ബാ, കേൾക്കാം. കല്യാണത്തിന് മോള് മാത്രമല്ല, നീയും ഉണ്ടാവണം. അവളുടെ സഹോദരനാ നീ, ചന്ദ്രുവിൻ്റെ ഏക അളിയൻ. നിങ്ങൾ അളിയനും അളിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിഷയമല്ല. ഞാൻ മോളെ കൊണ്ടുപോവാ, നീ സമ്മതിക്കണം. ശരി, കല്യാണത്തിന് ഞാൻ അവളെ വിടാം. ഞങ്ങൾ കൊണ്ടുപോക്കോ. പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ അനിയത്തി ഇവിടെ കൊണ്ടുവിടണം. റാം അവൻ്റെ ഭാര്യയായിട്ട് അവൾ ആവശ്യമുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം. എന്നിട്ട് തീരുമാനിക്കാം. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ സംസാരിച്ചോ, ഞങ്ങളതിൽ ഇടപെടുന്നില്ല. ഞങ്ങൾ സുധമോളെ കല്യാണത്തിന് കൊണ്ടുപോകണം. ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയല്ലേ, അവളില്ലാതെ എന്ത് കല്യാണം? അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. നീയും കല്യാണത്തിന് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കല്യാണത്തിന് പൊന്നു അവിടെയല്ലേ നിൽക്കുന്ന, ഞാൻ വരാം. ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തിരേട്ടൻ എല്ലാം സമ്മതിക്കുമെന്ന്. ആ ഇരിക്കുന്നത് ഒരു ലോല ഹൃദയന. അല്ല, എന്തിനുള്ള പുറപ്പാടാ? ഇത്രയ്ക്ക് ഷോപ്പിംഗ് ഒക്കെ വേണോ? പതച്ച് അവസാനം ആ പതിൽ നീ മുങ്ങി പോവരുത്. സുധ, നീ ഇവരുടെ കൂടെ പൊക്കോ. കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെ തിരിച്ചു വരണം. താങ്ക് യു ഏട്ടൻ. ഞാൻ പോയിട്ട് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരും. ശരി, ഇതുവരെ കുട്ടികളി മാറില്ലേ, വിടടി. ഏട്ടാ, താങ്ക് യു. ഇവരുടെ കൂടെ എന്നെ പോകാൻ അനുവദിച്ചില്ലേ? താങ്ക് യു സോ മച്ച്. നിൻ്റെ സന്തോഷം എനിക്ക് വലുത്. നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ അവിടെ പോയി നോക്കിയൊക്കെ നിൽക്കണം. എൻ്റെ പൊന്നു മോനെ, നീ ഒന്നും കൂടെ ടെൻഷൻ അടിക്കണ്ട. ഇനി അവൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ നിൻ്റെ അനിയത്തി ഇവിടെ കൊണ്ട് വിട്ടേക്കാം, പോരെ? നീ ടെൻഷൻ അടിക്കാതെ ഇങ്ങനെ. ഇതിപ്പോൾ ഞങ്ങളെക്കാളും വലിയ ടെൻഷനാണല്ലോ. എന്നാ നമ്മൾ അങ്ങോട്ട് ഇറങ്ങട്ടെ, ടൈം ഒരുപാട് പൊക്കോണ്ടിരിക്കുവല്ലേ. ഇറങ്ങിക്കോ. സുധ മോളെ, നീ ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവരും കാറി കയറിക്കോ. അല്ല, നീ എവിടെ പോവാ? എൻ്റെ ഫോൺ ഞാൻ അകത്ത് വെച്ച് മറന്നു വെച്ചാൽ ഞാനിപ്പോൾ എടുത്തിട്ട് വരാം. അനു, ഫോൺ വേണമെങ്കിൽ ഞാൻ ചെന്ന് എടുത്തിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. അയ്യോ, ഏട്ടത്തെ എന്തിനാ ബുദ്ധിമുട്ടെന്ന്? അത്ര വലിയ സഹായമൊന്നും ചെയ്യണ്ട. ഞാനല്ലേ വെച്ച് മറന്നത്. എനിക്കല്ലേ സ്ഥലം അറിയൂ. ഞാൻ പോയി എടുക്കാം. അതെ മോളെ, പോകുന്നൊക്കെ കൊള്ളാം, അതുപോലെ തിരിച്ചു വരണം. അവൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് വരരുത്. തന്തയും കൊള്ളാം, മോളും കൊള്ളാം. പോയതുപോലെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. നീ എന്താ അവരുടെ കൂടെ പോയില്ലേ? പോയി, പക്ഷെ ഫോൺ മറന്നു വെച്ചുകൊണ്ട് എടുക്കാൻ വന്നത്. ഫോൺ എടുത്തല്ലോ, ഇനി പൊക്കോ. ഓട്ടിക്കണ്ട, ഞാൻ പൊക്കോളാം. അതെ, നല്ല വിഷമമുണ്ടല്ലേ മുഖത്ത്, കാണാൻ പറ്റുന്നുണ്ട്. വിഷമോ? എന്തിനി? സുധേടത്തി ഞങ്ങളുടെ വീട്ടിൽ വന്നതുകൊണ്ട് ഇനി ഇയാളോട് ഒറ്റയ്ക്കല്ലേ അതിൻ്റെ. എനിക്ക് അവളങ്ങോട്ട് വരുന്നതിൽ വിഷമമൊന്നുമില്ല. അവളുടെ സന്തോഷം, അത് മതി എനിക്ക്. നിങ്ങൾക്ക് നല്ല വിഷമമുണ്ട്, കണ്ടല്ലേ? വിഷമിക്കണ്ട സുധേടത്തി. അവിടെ നിൽക്കും പോലെ താമസിക്കാതെ ഞാനിവിടെ വന്ന് നിന്നോളാം. നീ ഇവിടെ വന്ന് നിൽക്കാനോ? എന്തിനി? അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ പോവാ, ബൈ. ഇതിന് വട്ടാണോ? സുധമോളെ, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ നടന്നതല്ലേ ഈ സമയത്ത്, അതൊന്നും പാടില്ലാത്തത്. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? മോള് പോയി റെസ്റ്റ് എടുത്തോ. ഈശ്വര, റാം ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ഞാൻ പ്രഗ്നൻ്റ് അല്ലെന്ന് ഇവർക്കൊന്നും അറിയില്ലേ? ഏട്ടത്തി എന്താ ആലോചിക്കുന്ന? ചന്ദ്രൻ എപ്പോൾ വരുമെന്നാണോ? വിഷമിക്കണ്ട, വരാൻ സമയമായി. ഏട്ടത്തി പേടിക്കണ്ട. നിന്നെ മുഖ്യവാറും ഞാൻ തന്നെ തല്ലിക്കൊല്ലും. എൻ്റെ കൈ കൊണ്ടായിരിക്കാം നിൻ്റെ അന്ത്യം. നോക്കിക്കോ. ഞാൻ പോവുക ഫ്രഷ് ആവാൻ. കിട്ടിയില്ലേ? ഇനി ഡ്രസ്സെങ്കിലും ഒന്ന് പോയി മാറ്റുക. നമ്മളില്ലേ, ഞാൻ പോവാന്നേ. അല്ലെങ്കിൽ ഞാനിവിടെ എല്ലാവർക്കും ഒരു ശല്യമല്ലേ. അനു, ചന്ദ്ര വരുന്നു. കാണാത്ത പോലെ ഇരിക്കെ. ഒന്നും പറയണ്ട, എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ നോക്കാം.
ഇവരെന്താ എന്നെ കണ്ടില്ലേ? ഇവർ സുധയെ വിളിക്കാൻ പോയില്ലേ? അമ്മ ടൈം ഒരുപാടായില്ലേ, എന്നാ ഞാൻ പോയി കിടക്കട്ടെ. ആ ചന്ദ്രേട്ടാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവർ പോയി വിളിച്ചിട്ടുണ്ടാവും, അവൾ വന്നിട്ടുണ്ടാവില്ല. അവൾക്കിപ്പോൾ അവളുടെ ഏട്ടനല്ലേ, ഇനി എന്തിനാ നമ്മളൊക്കെ? ഞാൻ ഒരു നൈറ്റ് ഈ റൂമിൽ നിന്ന് മാറി നിന്നോളൂ, പക്ഷേ ഒരു വർഷം മാറി നിന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന. റാം, തന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. തൻ്റെ സ്മെൽ ഐ റിയലി മിസ് യു. ഞാനവളും എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലല്ലേ അവൾക്ക് എൻ്റെ അടുത്ത് വരാൻ തോന്നുന്നു. പറയുമ്പോൾ അവൾ ആരാ എൻ്റെ? റാം, സുധ, താൻ? റാം, താനിവിടെ ഉണ്ടായിരുന്നോ? താൻ എപ്പോഴാണ് വന്നേ? അവൾ ആദ്യം അനുവും വന്ന് വിളിച്ചു. കല്യാണത്തിന് 2 ദിവസത്തേക്ക് അത് കഴിഞ്ഞ് പോകും. പോവാനാണെങ്കിൽ പിന്നെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? റാം, താൻ എന്താ ഇങ്ങനെ? ഞാനിങ്ങനെ സുധ, സോറി. റാം വിട്, താൻ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലൂ. സോറി. ഞാൻ അടിച്ചത് വേദനിക്കുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടോന്നോ? ഞാനൊന്നും പറയുന്നില്ല. സോറി. അപ്പോൾ എനിക്കെൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിച്ചു. റാം, തനിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ കഫേയിൽ ജോലിക്ക് പോയതിന്? എൻ്റെ ഏട്ടൻ എന്നോട് വന്ന് ചോദിച്ചെന്താണെന്നറിയോ? നിന്നെ പോറ്റാനുള്ള കഴിവ് എനിക്കില്ലേന്ന്. സോറി റാം. റാം, തനിക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അബിയോട് എനിക്കിപ്പോഴും? സുധ, മതി. അബി നമുക്കിടയിലില്ല. ആ ടോപ്പിക്ക് നമ്മളെന്തിനാ വെറുതെ സംസാരിക്കുന്നത്? ഞാനും മായയും സംസാരിക്കുന്നത് കേട്ടായിരുന്നോ? കേട്ടു. ഒന്ന് നോക്കുമ്പോൾ മായ പറഞ്ഞതിലും സത്യമില്ലേ? ഞാൻ റാമിന് ചേരുന്ന പെണ്ണ് തന്നെയാണോ? നീ മാത്രമേ എനിക്ക് ചേരൂ. ഞാനിങ്ങനെ എൻ്റെ സ്വഭാവം ഇങ്ങനെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. തന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പാണല്ലോ? പിന്നെ പാതി വഴിക്ക് ഇട്ടിച്ച് പോവരുത്. ഇല്ല. സുധ, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് റാം, പ്ലീസ്. സോറി. നെഞ്ചം